നമ്മളൊക്കെ ഭ്രാന്തന്മാരാണ്. അതുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിൽ വന്നത്. ആരംഭത്തിൽ തന്നെ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തെന്നാൽ ആരാണോ അതിസാമർഥ്യമുള്ളവർ അവർ ഭാരതീയ മസ്ദൂർ സംഘത്തിൽ വരേണ്ടതില്ല. ആരാണോ ഭ്രാന്തന്മാർ, ആരുടെ ബുദ്ധിയാണോ ഉറച്ചിട്ടില്ലാത്തത്, അവർ ഭാരതീയ മസ്ദൂർ സംഘത്തിൽ വരും. നാം രാഷ്ട്രത്തിന് ഒരു ഉറപ്പു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ, ദരിദ്രന്റെ ദാരിദ്ര്യമില്ലാതാക്കുന്നതിന്റെ, ദുഃഖിതരുടെ കണ്ണീർ ഒപ്പുന്നതിന്റെ, അന്ത്യോദയത്തിന്റെ, അതായത് നാടിന്റെ അധസ്ഥിതരിലും അധസ്ഥിതർക്കും ദരിദ്രരിലും ദരിദ്രരായവർക്കും സമൃദ്ധി നേടിക്കൊടുക്കുക എന്ന പ്രധാന സാധന. ആ സാധനയിൽ ഭാരതീയ മസ്ദൂർ സംഘം നിലനിൽക്കും. അതുകൊണ്ട് അതിബുദ്ധിമാന്മാരായവരോട് നമ്മൾ പറയും, സാർ, താങ്കൾ ഭാരതീയ മസ്ദൂർ സംഘത്തെ വിട്ടുപോയിക്കൊള്ളൂ. താങ്കൾ പ്രധാനമന്ത്രി ആയിക്കൊള്ളൂ, രാഷ്ട്രപതി ആയിക്കൊള്ളൂ. താങ്കൾ വന്നാലും പോയാലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് പരമവൈഭവം പ്രാപ്തമാക്കണം. ഞങ്ങൾ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിനായി പ്രവർത്തിക്കും. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദരിദ്രന്റെ ദാരിദ്ര്യമില്ലാതാക്കും. ദുഃഖിതരുടെ കണ്ണീർ തുടച്ചു മാറ്റും. അവസാനത്തെ വ്യക്തി സമ്പദ് സമൃദ്ധമാകുന്നതുവരെ നാം ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഭ്രാന്ത്.